നമ്മൾ നടക്കുക, മഴ പെയ്യുന്നുണ്ട് ചെറുതായിട്ട്. പക്ഷേ ഡയറി മിൽക്ക് കഴിച്ചതാ. നമ്മൾ ഈ പറഞ്ഞ തലച്ചോറിലേക്കുള്ള ബ്ലഡ് ഫ്ലോ കുറയുമെന്ന് പറയാം. അങ്ങനെ എന്തോ ഉണ്ട്. അതുകൊണ്ട് ഡയറി മിൽക്ക് എടുത്ത് വായിട്ടില്ല. ആക്ച്വലി ഡാർക്ക് ചോക്ലേറ്റാണ് വേണ്ടത്. നമുക്ക് ഡയറി മിൽക്ക് കിട്ടിയുള്ളായിരുന്നു. മതി. ചെറുതായിട്ട് ശ്വാസം മുട്ടലുണ്ട്, പിന്നെ കള്ളയിൽ ഓൾറെഡി ഉണ്ട്. അതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എടുക്കാൻ. ഫേസ് 2 ഇപ്പോൾ കുറച്ച് സീനാണ്. എനിക്കൊന്ന് ഫേസ് 2 എന്തോ ഇഷ്യൂ ഉണ്ട്. കേബിൾ കാർ എന്തോ കംപ്ലൈൻ്റ് ആയിട്ട് ചെമ്പർലി സ്റ്റോപ്ഡാണ്. നമ്മൾ പോകുമ്പോഴത്തേനും കയറാൻ പറ്റുമെന്ന് അറിയില്ല, നോക്കാം. പറ്റിയ നല്ലതായിരുന്നു. പക്ഷേ അതുണ്ടോ അങ്ങ് ടോപ്പിലാണ്. അമ്മയുടെ ഫ്രണ്ടിൽ പോയി അമ്മയുടെ അടുത്തൊരു പോട്ടെ. എനിക്ക് മനസ്സിലാവാത്ത വേറൊരു കാര്യമാണ്, പ്രായമായ അമ്മൂമ്മമാർ വരെ നടക്കാൻ പോലും വയ്യ വന്നിട്ടുണ്ട്. ആ എടുത്തോണ്ടൊക്കെ പോന്നു. എന്നാൽ അവർക്ക് താഴെ നിർത്തിയാൽ പോരെ? ചെളിയാണോ? അതും ചെളി. ആഗ്രഹം കൊണ്ടായിരിക്കും. ഹെൽത്തല്ലേ നമുക്ക് മെയിൻ. ഇവിടെ വന്നു കഴിഞ്ഞാൽ സീനാവില്ലേ? പാടാ മെല്ലെ മെല്ലെ പോ. തെന്നും കാല് തെന്നും. ഇനി മഴ ആയി കഴിഞ്ഞാൽ സീനാവുമല്ലോ. നമ്മുടെ ഷൂ കൊണ്ടൊന്നും ഇങ്ങോട്ട് വരരുത്. കാര്യം ഒന്ന് തണുപ്പ്. ഇപ്പോൾ വലിയ സീനില്ല, എന്നാലും പിന്നെ തെന്നും ഭയങ്കരമായിട്ട്. ഗ്രിപ്പ് കിട്ടത്തേ ഇല്ല. ഈ ബൂട്ടായിട്ട് പോലും തെന്നുന്നുണ്ട്. പിന്നെ കാലിടിക്കും. ഇവിടെ കോൺക്രീറ്റ് എല്ലാം പൊട്ടി കമ്പിയൊക്കെ പുറത്തേക്ക്. എൻ്റെ 2 പ്രാവശ്യം ഇടിച്ചു. ബൂട്ടായിട്ടൊന്നും പറ്റിയില്ല. അപ്പോൾ ഷൂ ഇവിടെ വന്നിട്ട് മറന്നൊന്നും വിചാരിക്കരുത്. താഴെ തന്നെ ഇട്ടിട്ട് വരിക. പിന്നെ ഈ ജാക്കറ്റൊക്കെ എല്ലാം സെറ്റ് ചെയ്ത് വരിക. ആൾക്കാരൊക്കെ മഞ്ഞിൻ്റെ അടുത്തുണ്ട്. നമുക്ക് തിരക്കുന്നൊക്കെ അവിടെ. നമുക്കും പോയി നോക്കാം. മഞ്ഞിലിട്ട് കളിക്കുന്നു. വലിയ സീനിലാന്ന് തോന്നുന്നല്ലേടാ. മഴയുണ്ട്. മഴ മാറിക്കഴിഞ്ഞാൽ അത്യാവശ്യം ഓക്കെ ആവും. പിന്നെ കൈ ഒന്ന് ധരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ചെറുതായിട്ട്. ഈ മഴ ഇല്ലെങ്കിൽ വലിയ സീനില്ല കേട്ടോ. നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. നോക്കട്ടെ. ചെറുതായിട്ട് ഇപ്പം മഴ കൂടുന്നുണ്ട് ചെറുതായിട്ട്. മഴ പെയ്ത വൻ സീനാണ് കേട്ടോ. മഴ പെയ്ത വൻ സീനാണ്. കാര്യം ഇവിടെ വീണു. ആൾക്കാർ വീഴുന്നുണ്ട്. തെന്നിയടിച്ച് മൊത്തം കണ്ടോ, കല്ല തെന്നിയടിച്ച് വീഴും. ചെളി കൂടത്തുള്ളൂ മഴയായതുകൊണ്ട്. ഇവിടെ വെള്ളമുണ്ട്, എന്നാലും തലയൊക്കെ ഇടിച്ചാലേ സീനല്ലേ. മഴയും തുടങ്ങി. മഴ കൂടുന്നുണ്ട്. എൻ്റെ പൊന്നെ വൻ സീനാട്ടോ. തെന്നലെന്ന് പറഞ്ഞാൽ തെന്നി നമ്മൾ വീഴും. ഞാൻ 2 പ്രാവശ്യം വീഴാൻ തുടങ്ങി. വെള്ളത്തിൽ കൂടെ എങ്ങനെയോ പിടിച്ച് കയറി. 2 കാര്യം. ഒന്ന് ഈ കോട്ടിൻ്റെ ലെങ്ത് ഉണ്ട്, അപ്പം കയറാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ബൂട്ട്സ് മുട്ടിന് താഴെ വരെ ഉള്ളതുകൊണ്ട് ഒരു പിടുത്തം വരും നമ്മൾ കയറാൻ നോക്കുമ്പോൾ. അതും പ്രശ്നമാണ്. അയ്യോ, ഒരാൾ വീണ്. ഞാൻ പറഞ്ഞില്ലേ, കുറേ പേര് വീഴാനൊക്കെ തുടങ്ങുന്നുണ്ട്. മഞ്ഞിലേക്കെല്ലാം വലിയ സീനാണ്. ഇപ്പോൾ മഴ കൂടിക്കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചു പോകാൻ വലിയ പാടാണ്. പക്ഷേ എന്താ ചെയ്യുന്നത്, നമ്മളിവിടെ കാണാൻ വന്നല്ലേ. നല്ല ഇടി മുഴങ്ങുന്നുണ്ട്. നോക്കട്ടെ എങ്ങനെയാണെന്ന്. ഇനി ഈ ചായ്സ് വലിയ സീനില്ല കേട്ടോ. കാര്യം അത്രയ്ക്ക് അങ്ങ് തിന്നുന്നില്ല. പക്ഷേ ചെളിയാണ് പ്രശ്നം. ഇവിടെ പിന്നെ ചിലപ്പം ഈ ചവിട്ടുമ്പോൾ താന്ന് പോകുന്ന സ്ഥലമാണ്. സൂക്ഷിച്ച് നടക്കുകയും വേണം. ഈ ഇതൊക്കെ വൃത്തിയായിട്ട് ഐസാണ്. ചുവന്ന ചെളിയാ. എല്ലായിടത്തും ചെളിയാ. പിന്നെ ഇവിടെ ഈ സ്കീയിങ് ഉണ്ട്. അപ്പം അതിന് കുറേ ട്രാക്കൊക്കെ കിടപ്പുണ്ട്. അതിനെ ആൾക്കാർ ഇപ്പോൾ കട്ടിയായിട്ട് കിടക്കൊന്നും ചവിട്ടി പോകാൻ പറ്റും. നോക്കട്ടെ, വീഴാതിരുന്നാൽ മതിയായിരുന്നു. ദൈവം അതിന്. അയ്യോ ഐസ് വേണ. എടാ വീഴല്ലടാ. എടാ നമുക്ക് സ്നോഫാൾ നമുക്ക് സ്നോഫാൾ കിട്ടി. അവിടെ കണ്ടോ, അതുകൊണ്ട് ഇതൊക്കെ ഐസ്. അത് വെള്ളം ഒന്ന് വിഷയം അവരെ വെള്ളം വീഴുന്നു. എടുത്ത് സൂക്ഷിച്ച് പോകണം. എല്ലാവരും കിടന്ന് കാറുന്നുണ്ട്. സ്നോഫാൾ കിട്ടിയുണ്ട്. നല്ല മഴക്കാറുണ്ട്. എപ്പോഴാണ് പെയ്യെന്ന് അറിയില്ല. ഇവിടെയൊക്കെ താഴെ പുഴയുണ്ട്. അപ്പം ചവിട്ടി കഴിഞ്ഞാൽ ചിലപ്പോഴത്തേനും താന്നു പോകും. എടാ സൂക്ഷിച്ച് നടക്കടാ. കൈയൊക്കെ മരിച്ച്. എൻ്റെ പൊന്നെ, ഇത് ഭയങ്കര സ്നോഫാൾ കേട്ടോ. കുറച്ച് കൂടിപ്പോയതിൻ്റെ ഔട്ട്. നമ്മൾ ഫേസ് 2 പോയില്ല. പോയിരുന്ന തെന്നിപ്പോയാണ്. മണ്ണിൽ തന്നെ നമുക്ക് ഇത്ര കിട്ടി. സമാധാനം, തൃപ്തിയായി. എന്താണല്ലോ ഇവിടെ വന്നിട്ട് തൃപ്തിയായ ഒരു ഐറ്റം. മെയിൻ ഐറ്റം. ഇവിടെ അത്യാവശ്യം എല്ലാവരും നല്ലപോലെ എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ. ആൾക്കാരെല്ലാവരും പ്രതീക്ഷയല്ലല്ലോ ഈ സാധനം. പെട്ടെന്ന് ക്ലൈമറ്റ് മാറി. നമ്മൾ ഒന്നും സീനൊന്നും ഇല്ല. പെട്ടെന്ന് ക്ലൈമറ്റ് മാറി. ഇടിയായി മില്ലായിട്ട് നമുക്ക് മില്ലായിട്ട് കയറി നിന്നു. ഒരു പുള്ളി അവിടെ നിന്ന് ഹോട്ട് ചോക്ലേറ്റിൻ്റെ കാര്യം പറയുന്നത് നമ്മൾ വേണ്ടെന്ന് പറഞ്ഞ് മടുത്ത്.
ഇത് ഒരു നടക്ക് പോകുന്ന വിഷമമില്ല കേട്ടോ. നമ്മൾ നേരം 10-15-20 മിനിറ്റ് ആയിട്ട് ഇവിടെ നിൽക്കുക. സ്നോ എന്തേലും വീഴുന്ന നോക്കി മിക്കവാറും ഇവിടെ തന്നെ ഇപ്പോൾ അപ്പുറത്ത് കാണുന്നാലും ഇവിടെ ആവും. അയ്യോ അപ്പോൾ തന്നെ കൈയൊക്കെ മരയ്ക്കുന്നു. പോക്കറ്റിലാണെങ്കിൽ ഇത്തിരി ഓട്ടയുണ്ട് കൊണ്ടാലും ഇടി വെട്ടുന്നുണ്ട്. സൗണ്ട് കേൾക്കാമെന്ന് എനിക്ക് തോന്നുന്നു. നമ്മളിപ്പോൾ ഇവിടെ ഒരു കടയിൽ കയറി നിൽക്കുകയാണേ. ഫേസ് 2 എന്ന് പറയുന്നത് അവിടെ കേബിൾ കാർ ഉണ്ടോ, അവിടുന്ന് ടോപ്പിലേക്ക് പോകണം. അങ്ങ് ദൂരെ കാണുന്നത് അതിൻ്റെ അവിടെയാണ്. ഇവിടുന്ന് കുറച്ച് പോകണം, 2 കിലോമീറ്റർ ഉണ്ട്, 2 കിലോമീറ്റർ ഉണ്ട്. അവിടെയാണ് ഫേസ് 2. അവിടെ പോയിരുന്നെങ്കിൽ ഇതിൻ്റെ എക്സ്ട്രീം ആയിരുന്നു അവസ്ഥ. ഇവിടെ തന്നെ ഇപ്പോൾ പറ്റുന്നില്ല, കുറച്ച് കുറയുന്നുണ്ട്. ഇപ്പോൾ മഴയായിട്ടുണ്ട്, എന്നാലും ഉണ്ട് കേട്ടോ, സ്നോഫോൾ ഉണ്ട്. ഇത് പോയിരുന്ന നമുക്ക് പുറത്തോട്ട് ഇറങ്ങാമായിരുന്നു. വെയിൽ ചെറുതായിട്ട് വരുന്നുണ്ട്. നമ്മൾ അതെ ഗ്ലൗസുകൾ വാങ്ങേണ്ടായിരുന്നു നമ്മൾ, പക്ഷേ ഈ ക്ലൈമിന് പ്രതീക്ഷിച്ചില്ല, പെട്ടെന്ന് മാറിയത്. നമ്മൾ ആക്ച്വലി പിന്നെ ഷെഡിൽ കയറി നിന്ന് വന്നിട്ട് ഭയങ്കര മഴ കൂടി. ഊതി കാണിച്ചു തരട്ടെ പോകാം. കാണുന്നില്ല, ഇല്ലില്ല. ഓ കൈ മരവിക്കുന്നു. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വീഡിയോ എടുക്കാം. ഗ്ലൗസ് ഇട്ടില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് ക്ലൈമറ്റ് മാറിയോണ്ട് മരവിക്കുന്നുണ്ട് കൈ. ഓക്കെ, ഇപ്പോൾ കുറച്ച് കുറഞ്ഞു. ഓ എൻ്റെ പിന്നെ തണുക്കുന്നു, കൈയൊക്കെ മരിച്ച്. ഇതുണ്ടോ, ഇതിപ്പം ഈ ഒരു 1 ഹവറിനുള്ളിൽ സംഭവിച്ചത്. മൊത്തം ടേബിൾ എല്ലാം സ്നോ വീണ്, കസേരെല്ലാം ഒടിഞ്ഞ്. ചായ വന്നോ? ഓക്കെ ചായ പറഞ്ഞു, ചായ വന്നു. ചന്തുഭായ്, അമ്മേനെ കാണാൻ തൊട്ട് മണിക്കൂർ ഒന്നായത്, ഇപ്പോഴാണ് കിട്ടിയത്. എവിടെ ആയിരുന്നു? അയ്യോ, എനിക്ക് അധികം നേരം വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല. ഭയങ്കര തണുപ്പ്, കൈയൊക്കെ മരച്ച് ഭയങ്കര തെന്നലുക. അപ്പോൾ നമ്മൾ ഭയങ്കര ഇടി വെട്ടുന്നുണ്ട്. അപ്പോൾ ഓക്കെ നമ്മുടെ ഇടി വെട്ടുന്നുണ്ട്. അപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇവിടെ സീനാണ് നിൽക്കുന്നത്. അപ്പോൾ പെട്ടെന്നൊരു ഫോട്ടോ ഒക്കെ എടുത്തിട്ട് നമ്മൾ ഇറങ്ങാമെന്ന് വിചാരിക്കുന്നു. അയ്യോ, ഇത്ര സീൻ നമ്മൾ വിചാരിച്ചില്ല കേട്ടോ, 1 സീനാണ്. ഗ്ലൗസ് മേടിച്ചു പോയില്ല. അതിൻ്റെ കഥയൊക്കെ ഞാൻ പറയാം കുറച്ച് കഴിഞ്ഞിട്ട്. നമ്മൾ എല്ലാവരും ഇവന്മാർ വരുന്നുണ്ട്. ശ്രീത്ത് അവിടെ നിൽപ്പുണ്ട്. ഇവിടെ എത്തി നമ്മൾ ആൾക്കാരൊക്കെ തിരിച്ചു പോവുക. കാരണം ഭയങ്കര മഴക്കാറ് കയറുന്നുണ്ട്, ഇടി വെട്ടുന്നുണ്ട്. അയ്യോ, ഇവിടെ നിന്ന് പോയാൽ മതി. കൈ മരച്ച് അവിടെ ഗോവിന്ദൻ്റെ കൈ ക്ലോട്ടായി, ബ്ലഡ് ക്ലോട്ടായി തുടങ്ങി. കയ്യിൽ നിന്നൊക്കെ പുക വരുന്നുണ്ട്. ഞാൻ ഓഫ് ചെയ്യട്ടെ ക്യാമറ, ഇടയ്ക്ക് ഞാൻ എടുക്കാം. എടാ എങ്ങനെയുണ്ട്? കൈ മരച്ച് എനിക്ക് ഗിംബൽ പിടിക്കാൻ പറ്റുന്നില്ല. അയ്യോ, ട്രൈപോഡ് പിടിക്കാൻ പറ്റുന്നില്ല. അമരുന്നു. നമ്മൾ എത്രയും പെട്ടെന്ന് ഫോട്ടോ എടുത്തു. അതുണ്ടോ, അത് മഴക്കാറ് കയറി വരുന്നതാ ഫുള്ള്. അതുപോലെ ഇടിയും വെട്ടുന്നുണ്ട്. ഇവിടെ ഡേഞ്ചറാണ് ഭയങ്കര. എത്രയും പെട്ടെന്ന് പോകണം. എല്ലാവരും കണ്ടോ, അവിടെ ഭയങ്കര തിരക്കായി ആൾക്കാർ പോകാൻ വേണ്ടി. കാണാൻ വരുമെന്ന് അറിയില്ല. അവിടെ കണ്ടോ മഴക്കാർ വരുന്നുണ്ടോ? എൻ്റെ സാധനം വർക്ക് ചെയ്യുമെന്ന് എനിക്കറിയില്ല. ഈ മഞ്ഞത്ത് ഭയങ്കരമായിട്ട് വീഴുന്നുണ്ട്. വന്ന് എൻ്റെ സ്ക്രീൻ പൊട്ടും. നമ്മൾ അവസാനം ഇതോട് നടുക്കന്നെ ഉണ്ട്. ഫോട്ടോ ഒക്കെ എടുത്തു. ഇനി പോയപ്പോൾ പറ്റുന്നില്ല, കൈ ഐസായി. കയ്യും മൂക്കലൊക്കെ കണ്ടോ, മൂക്കലൊക്കെ വെള്ളം വീണ്ട് ഐസായി. നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്തു. നമ്മൾ ഇനി അങ്ങോട്ട് പോകും. എല്ലാവരും അങ്ങോട്ട് പോകുന്നുണ്ട്, മഴ കൂടുന്നുണ്ട്. അയ്യോ, അപ്പോൾ ശരി, ബൈ. ഞങ്ങൾ തിരിച്ചു കയറാൻ പോവാണ്. അതെ, ഇനി എങ്ങോട്ട് ഇനി ഇറങ്ങുമോ? ഇനി അല്ല ചത്തു പോകും. ഓക്കെ, ബൈ, സി യു. നമ്മളിങ്ങനെ ഷെഡിനുള്ളിൽ കയറി. ഇതുണ്ടോ പൈസ അല്ലേ? Silabo aloso daminda aloso daminda Malaysia ആണോ? Hi, all are from Malaysia. How you enjoyed? How is Gulmarg? So you should go to Sommarg or some other places. Arunachal Pradesh. എത്ര എവിടെ നിന്നൊക്കെ ആൾക്കാർ വരുന്നതൊക്കെ. അപ്പുറത്ത് വന്നാൽ നേപ്പാളിൽ നിന്ന് വരുന്നു തോന്നുന്നു. എനിക്ക് സംസാരിക്കാൻ വരുന്നില്ല. അല്ലടാ, ഇവിടെ നിന്നൊക്കെ ആൾക്കാർ വരുന്നല്ലടാ. ഓ, അപ്പുറത്ത് മലേഷ്യയിൽ നിന്ന് വന്നവരാ. അതിൻ്റെ ഇടയ്ക്ക് പാട്ടും ഇവരുടെയൊക്കെ വൈവാട്ടോ. മലേഷ്യ കണ്ടു. അതെ, അരുണാചൽ പ്രദേശ്.
മലേഷ്യ ഒക്കെ. അയ്യോ നൈസ്. എന്തായാലും നമ്മൾ ചത്തു. എൻ്റെ കൈയൊക്കെ ഫ്രോസ്റ്റ് ബൈറ്റ് ആയി. ഓ ഞാൻ എങ്ങനെ പിടിച്ചേക്കുന്നത് എനിക്ക് അറിഞ്ഞോളൂ ഈ ട്രൈപ്പോഡ്. ഓ സംസാരിക്കാനും പറ്റുന്നില്ല. അയ്യോ കൊഞ്ഞു പോകുന്നു. കാറ്റൊന്നും ഊതിയിട്ട് കാറ്റൊന്നും വരുന്നില്ല. ഒരു ലൈനൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ പോലും ഇവിടുത്തെ ആൾക്കാരുണ്ട് വെറും വൃത്തിയേട്ടന്മാർ, വെറും വൃത്തിയേട്ടൻ നാറികൾ എന്നു ഞാൻ പറയും. ഉമ്മർക്ക് ആൾക്കാരെ വൃത്തിയായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. അതല്ല, പക്ഷേ ഈ ക്യൂ സിസ്റ്റം കുറച്ച് നന്നാക്കുക. അല്ല ആൾക്കാരെ ഉണ്ടടാ, ആൾക്കാരെ ഉണ്ട്. ആൾക്കാർ ചുമ്മാ ഇവരെല്ലാം കൂടെ ഒരു ടൈപ്പാണ്. അതെ. എന്നിട്ട് നമ്മൾ വെറുതെ ഇത്ര എന്തേലും സ്നോഫോളിന്റെ മഴ കിടക്കുന്ന നമ്മൾ മഴ നനഞ്ഞ് നമ്മൾ നനഞ്ഞിട്ടുണ്ടോ? ഇവിടെ ഒടുക്കത്തെ ഹെൽ സ്റ്റോം ആയിരുന്നു. നമ്മൾ അത്രയും അവിടെ ക്യൂവിൽ നിന്ന് ഒരു 1 hour മിച്ചം നിന്നു ക്യൂ തന്നെ. ഇപ്പോഴൊന്ന് ഷെഡിൽ കയറുന്നത് കുറച്ച് ആശ്വാസമായത്. ഒരുത്തനും അതിനുള്ള ഒന്നുമില്ല. ക്യൂ നോക്കുന്നു ആരും നോക്കുന്നില്ല. അതൊക്കെ ഒന്ന് നേരെ ആവാണ്ട് ഇവിടെ. ഇതാണ് ഗ്യാങ് ആയിട്ട് വരുന്നത്. ഇവർ ഓൾറെഡി സെറ്റപ്പ് ചെയ്ത് വെച്ചിരിക്കുക. അതെ, ഇവർക്ക് ടൂർ ഗൈഡ് ഉണ്ടെങ്കിൽ അവർ ഓൾറെഡി എല്ലാം ചെയ്ത് വെക്കും. അതെ. അവർക്കൊരു 100 രൂപ അല്ലെങ്കിൽ 500 രൂപ കൊടുത്തു കഴിഞ്ഞാൽ അവർ എല്ലാവരും കയറ്റി വിടും. അത് തന്നെ. അപ്പം നമ്മളെ പോലത്തെ അവരെന്ത് ചെയ്യും? നമ്മൾ ഞാൻ പറയുന്നില്ല കൂടുതൽ കാര്യങ്ങളൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ മോശമായി പോകും. തൊട്ടേനും പിടിച്ചാലും പൈസ കേട്ടോ. അതെ. ഭയങ്കര സൂക്ഷിച്ചു വരിക. അതെ, ഭയങ്കര ഇവിടെ ഞാൻ താഴെ ക്യാമറ ഫോട്ടോ എടുത്ത് നമുക്ക് സ്പെഷ്യലായിട്ട് പറയാടാ. അങ്ങനെയാണ് ഞാൻ താഴെ ഇറങ്ങിയിട്ട് പറയാം. ഇതുണ്ടോ നമുക്ക് മലപ്പുറത്തു നിന്ന് ഇട്ട് നമ്മുടെ സൗണ്ടൊക്കെ ഇപ്പോൾ ഓക്കെ ആവുന്നുണ്ടോ തോന്നുന്നത്. മലപ്പുറത്തു നിന്ന് ആൾക്കാർ അവര് കൈയൊക്കെ തിരുമ്മിക്കൊണ്ടിരിക്കുക നമ്മളെ പോലെ. നമ്മൾ ഓടി ഒന്ന് കയറുന്നേട്ടാ. ലാസ്റ്റ് ആവുമ്പോൾ ടിക്കറ്റൊക്കെ ചോദിച്ചു. ടിക്കറ്റൊക്കെ കയറുന്നപ്പോൾ തന്നെ പേപ്പറൊക്കെ കൈ ഇരിക്കുന്നു. നമ്മളങ്ങനെ ഇറങ്ങി. നല്ല ആശ്വാസമുണ്ട്. ഇറങ്ങിയപ്പോൾ സംസാരമൊക്കെ ഓക്കെ ആയി. ഇവിടെ ക്ലൈമറ്റ് കുറച്ച് മൂടിയാണ് കേട്ടോ. നമുക്ക് താഴെ ഇറങ്ങി നോക്കാം. അവന്മാരെ വരുന്നുണ്ട്. താഴെ ഇറങ്ങിക്കാം അല്ലേ? ഇറങ്ങി പോയിട്ട് അവിടെ ഉണ്ട്. ഇവിടെ നിൽക്കാം. അതുവഴിയാണ് ഇറങ്ങി വരുന്നത്. ഇതുവഴിയാണ് കയറുന്നത്. ഇതുവഴി നമ്മൾ കയറിയത്. നമ്മുടെ ചെക്കന്മാർ അതിലെ വരുമായിരിക്കും. ഇപ്പോൾ വെയിറ്റിംഗ്. നമ്മൾ താഴെ എത്തി. അതെ, അമ്മമാരവിടെ വാഷ്റൂമിലൊക്കെ പോകാൻ വേണ്ടി നിൽക്കുന്നു. കാര്യം നമ്മൾ മേളിൽ ചെല്ലുമ്പം നമ്മളെ എനർജി കൂടുതൽ യൂസ് ചെയ്യുമല്ലോ. അപ്പോൾ നമ്മളെന്തായാലും വയറ്റിലുള്ളതെല്ലാം ദഹിക്കും. അപ്പം താഴെ വന്ന് വാഷ്റൂമിലൊക്കെ പോയി ഫ്രഷായിട്ട് പറ്റത്തില്ല. ഭയങ്കര തണുപ്പാണ്. നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. എന്നാലും ഈ ഞാൻ പറഞ്ഞില്ലേ ഇതുണ്ടൊരു പട്ടി. ബേബി അതെ, ഭയങ്കര പാടാണ് കേട്ടോ സർവൈവ് ചെയ്യാൻ. വലിയ കാര്യം ഉണ്ടായിരിക്കും. എന്നാലും അർഷാദ് അവന് പ്രാർത്ഥനയ്ക്ക് പോയതാ. വൈകുന്നേരത്തെ പ്രാർത്ഥനയ്ക്ക് പോയതാ. സന്ദേശ് അതെ. അയ്യോ സന്ദേശ് വന്നപ്പോഴത്തേനും അവന് വാഷ്റൂമിൽ പോകണം. അത്യാവശ്യമായിട്ട് അവൻ പോയി. പുള്ളി എന്നിട്ട് ഓടി വന്നു കഴിഞ്ഞിട്ട് നനഞ്ഞെന്ന് തോന്നുന്നു ഭയങ്കരമായിട്ട്. കാര്യം ഈ കോട്ടൊക്കെ പറഞ്ഞില്ല, പറയണം. കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ ഇവിടുന്ന് ഇറങ്ങി റിലാക്സ് ചെയ്തിട്ട് പറയാം. സൗണ്ടൊക്കെ നേരെ വരുന്നേ ഉള്ളൂ. അതെ, തലയിലോട്ട് വരുന്നില്ല. അതെ. നമുക്ക് എന്താ ചായ കുടിക്കണം നോക്കട്ടെ. നല്ല മഴക്കാറുണ്ട് കേട്ടോ. മഴ പെയ്യാൻ നല്ല ചാൻസ് ഉണ്ട്. വേഗം പോയാൽ കൊള്ളാമെന്നുണ്ട്. നടക്കുമെന്നറിയില്ല. കുറച്ച് കാണാം. നമ്മള് താഴെ എത്തി. എൻട്രി പോയിന്റ് അവിടെ സ്നോഫോൾ തുടങ്ങി. പണ്ടാരം നമ്മൾ എവിടെ ചെല്ലും നമ്മളൊന്ന് കഷ്ടകാലോ. ഇനി നമ്മൾ നടന്നത്ര നടക്കണം. വണ്ടി അവിടെ കിടക്കുന്നേ. അങ്ങനെയോട് പറഞ്ഞപ്പോൾ പുള്ളിക്ക് വരാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. നമുക്ക് കുറച്ച് തീയൊക്കെ കിട്ടി കേട്ടോ. ഏതോ കുറച്ച് ചേട്ടന്മാര് തീ കൂട്ടുന്നുണ്ടായിരുന്നു. അവർ കുറച്ച് തീയൊക്കെ തന്നു. കുറച്ചൊക്കെ ചൂടാണ്. പക്ഷെ ഒരു കാര്യമില്ല. അതുപോലെ മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ ചെല്ലട്ടെ, ഇങ്ങനെ നോക്കാം. നമ്മളപ്പോൾ പരിപാടിയെല്ലാം കഴിഞ്ഞ് റൂമിലെത്തിയായിരുന്നു. ഒരു 10 മിനിറ്റായി. ഇവിടെയൊക്കെ ഭയങ്കര മഴയാണ്. ഗുൽമാർഗിലും മഴയായിരുന്നു, ഞാൻ കാണിച്ചില്ല. അതേപോലെ തന്നെ ഇവിടെ ഭയങ്കര മഴയാണ്. അതുകൊണ്ട് ഇനി പുറത്തേക്കൊന്ന് ഇറങ്ങണം. പക്ഷേ നടക്കുമെന്ന് അറിഞ്ഞൂടാ. 7:30 കഴിഞ്ഞോളൂ ഇപ്പോൾ. നമ്മളവിടെ നിന്ന് ഞാൻ കാണിച്ചില്ല അവിടെ സ്നോഫോൾ വന്ന കാര്യം താഴെ. അത് കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ നേരെ തിരിച്ച് വണ്ടി വന്നു. നമ്മൾ തിരിച്ച് കയറി വന്നിരുന്നു. നല്ല അത്യാവശ്യം ട്രാഫിക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ റോഡിൽ. പിന്നെ അവിടുത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു പ്രശ്നം, നമ്മൾ ഗ്ലൗസ് എടുത്തില്ലായിരുന്നു. കാര്യം ക്ലൈമറ്റ് വലിയ പ്രശ്നമില്ലെന്നൊക്കെ കേട്ടുകൊണ്ട് ഗ്ലൗസ് വാങ്ങിയില്ലായിരുന്നു. പക്ഷേ ഗ്ലൗസ് ഭയങ്കര അത്യാവശ്യമായിരുന്നു. കാര്യം പെട്ടെന്ന് ക്ലൈമറ്റ് മാറി സ്നോഫോൾ വന്നു. നമുക്ക് നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. കൈയൊക്കെ ഭയങ്കര ഫ്രീസായിട്ട് ഫോൺ പോലും എടുക്കാൻ യൂസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. പിന്നെ അവിടെ നിന്ന് എല്ലാവരും കൂടെ ക്ലൈമറ്റ് മാറിയപ്പം ഇടിമിന്നലൊക്കെ ആയപ്പോൾ പെട്ടെന്ന് തിരിച്ച് പോന്നു. അങ്ങനെയൊക്കെ. സോ അവിടെ പോകുന്നവർ ഈ സാധനങ്ങളെല്ലാം എല്ലാം ഇട്ടിട്ട് മേടിച്ചിട്ട് തന്നെ പോകും. ഞാൻ പറഞ്ഞ പോലെ ഏതെങ്കിലും കടയിൽ നിന്ന് വാങ്ങിയാൽ മതി. 10-300 രൂപയ്ക്ക് കിട്ടും. എല്ലാ സാധനവും ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ നല്ലതാണോ നോക്കണം. നമ്മുടെ മിക്കവരുടെയും ജാക്കറ്റ് കുറച്ച് കീറിയതായതുകൊണ്ട് അകത്ത് ഫുള്ള് വെള്ളം കയറി.
എൻ്റെ ഇതിന് പോക്കറ്റ് ഉറം കയറിയതായിരുന്നു, അതുകൊണ്ട് കുറച്ച് വെള്ളം ഇറങ്ങി. അപ്പം കൈയൊക്കെ നമുക്ക് ഉള്ളിൽ വെക്കാനും ക്യാപ്പൊക്കെ കറക്റ്റ് ആണോന്നും സിബെല്ലാം വർക്ക് ചെയ്യുന്നുണ്ടോ അങ്ങനെ നോക്കിയെടുക്കാം. നമ്മൾ അത്ര വലിയതായിട്ട് നോക്കിയില്ല, നമ്മൾ സ്യൂട്ട് ആവുന്നുണ്ടോ നോക്കിയുള്ളൂ, വലിയ സിബൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കിയുള്ളൂ. പക്ഷേ അത് മാത്രമല്ല, മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അകത്ത് ഫുള്ള് വെള്ളമാവും. ഞങ്ങളുടെ അകത്തെ ജാക്കറ്റും അകത്തെ സ്വെറ്ററൊക്കെ നനഞ്ഞു, ബെന്നിനൊക്കെ നനഞ്ഞു കുറേയൊക്കെ. പിന്നെ നമുക്ക് തണുപ്പ് കൂടും അങ്ങനെ ആകുമ്പോഴത്തേനും. അപ്പം അങ്ങനെ കാര്യം ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് എൻഡ് ചെയ്യാം. ഇനിയിപ്പോൾ നാളെ നമ്മൾ ബാക്കി എന്താണെന്ന് വെച്ചാൽ അത് വെച്ച് കാണിക്കാം. ഇനി പുറത്ത് എനിക്ക് തോന്നുന്നു കുറച്ച് പോവായിരിക്കും, പോവുകയാണെങ്കിൽ അവിടുത്തെ കാഴ്ച കാണിക്കാം.